നമസ്കാരം. സമകാലീന ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധിയെപ്പോലെ ഇത്രയേറെ ദുരന്തമായിട്ടുള്ള മറ്റൊരു ദേശീയ നേതാവുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല തന്നെ എന്ന് മറുപടി പറയേണ്ടി വരും. യെച്ചൂരിയെയും പിണറായിയൊന്നും ഒരു ദേശീയ നേതാവായിട്ട് കണക്കാക്കാൻ പറ്റിയില്ലല്ലോ. പറ്റുമായിരുന്നെങ്കിൽ അവരെ കൂടെ കൂട്ടാമായിരുന്നു. എന്താണെന്നല്ലേ, അർഹത ഉണ്ടായിട്ടൊന്നുമല്ല, വേണമെങ്കിൽ ഒരു സീറ്റ് കോൺഗ്രസിന് ഡൽഹിയിൽ മത്സരിക്കാൻ തരാം എന്നാണ് ആം ആദ്മി പാർട്ടിയുടെ നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ കഴിഞ്ഞ ദിവസം കോൺഗ്രസിനോട് പറഞ്ഞത്. അർഹതയുണ്ടായിട്ടല്ല, പക്ഷേ എന്നാലും ഒരു സീറ്റ് അങ്ങ് തന്നേക്കാമെന്ന്. ആരോടാണ്? ഇന്ത്യ മഹാരാജ്യവും ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും 60 കൊല്ലത്തോളം തുടർച്ചയായിട്ട് ഭരിച്ച കോൺഗ്രസ് എന്ന ദേശീയ പാർട്ടിയുടെ അവസ്ഥ എത്ര പരിതാപകരമാണ് എന്ന് നോക്കുക. ബീഹാറിലെ പ്രാദേശിക പാർട്ടികൾ കോൺഗ്രസിന് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ദാനമായി വാഗ്ദാനം ചെയ്തത് 3 സീറ്റ്, ബംഗാളിൽ 2 സീറ്റ്, തമിഴ്നാട്ടിൽ 4 സീറ്റ്, ആകെ 80 ലോക്സഭാ സീറ്റുള്ള ഉത്തർപ്രദേശിലാകട്ടെ 2 സീറ്റും. ഈ സംസ്ഥാനങ്ങളെല്ലാം എതിരാളികളില്ലാതെ എത്രയോ പതിറ്റാണ്ടുകൾ ഭരിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. ഇപ്പോൾ മത്സരിക്കാൻ സീറ്റിന് വേണ്ടി പ്രാദേശിക കക്ഷികളുടെ തിണ്ണ നിരങ്ങുന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 10 കോൺഗ്രസ് മുഖ്യമന്ത്രിമാരാണ് കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്നത്. കോൺഗ്രസ് വിട്ട് രണ്ടാം നിര നേതാക്കളുടെ എണ്ണം പറയേ വേണ്ട. 60 വർഷം രാജ്യവും സംസ്ഥാനങ്ങളും ഭരിച്ചിട്ടും ഇപ്പോഴും കോൺഗ്രസ് പറയുന്നത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ പട്ടിണി മാറ്റുമെന്നാണ്. അതിൽ തന്നെയുണ്ട് എല്ലാം. രാഹുൽ ബാവ കേരളത്തിൽ നിന്നല്ലാതെ വേറെ എങ്ങു നിന്നും വിജയിക്കില്ല. അതും മുസ്ലിം ലീഗ് സഹായിച്ചാൽ മാത്രം, അല്ലെങ്കിൽ വയനാട്ടിലും തോൽക്കും. ഒരു ജനത വന്യജീവികൾ ആക്രമണം കൊണ്ട് പ്രാണഭയത്തോടെ കഴിയുമ്പോൾ സ്ഥലം MP രാഹുൽ ബാവ യാത്രയിലാണ്. ആണ്ടിലും സംക്രാന്തിക്കും വന്ന് കണ്ട ചായക്കടയിൽ കയറി ഉണ്ടംപുരിയും തിന്ന് ഫോട്ടോയും എടുത്ത് പോകുന്നതല്ലാതെ എന്തെങ്കിലും ഗുണമുണ്ടോ ഈ അവതാരത്തെ കൊണ്ട്? ഏറ്റവും ചെറിയ ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്നായ വയനാട് നോക്കാൻ കഴിയാത്തവനാണ് ഇന്ത്യയെ രക്ഷിക്കാൻ നടക്കുന്നത്. ഇദ്ദേഹം മുൻപ് മത്സരിച്ചിരുന്ന മണ്ഡലത്തിലും ഇത് തന്നെയായിരുന്നു. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളെ വേണ്ട, കുടുംബസ്വത്തായി കൊണ്ടു നടന്ന മണ്ഡലമായിരുന്നല്ലോ. അവസാനം ജനം തൂക്കിയെടുത്ത് വെളിയിൽ കളഞ്ഞു. കോൺഗ്രസിനെ മുഴുവനായി ബാധിച്ചിരിക്കുന്നത് ഇതേ നിഷ്ക്രിയത്വം തന്നെയാണ്. താഴെത്തട്ടിൽ പ്രവർത്തിക്കാൻ ആളില്ല. മുസ്ലിം ലീഗും ഇടതുപക്ഷവും പറയുന്നതിന് അപ്പുറം പറയാനോ ചിന്തിക്കാനോ ഉള്ള കഴിവ് പോലുമില്ല. ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിനെ നശിപ്പിച്ചത് അതിനുള്ളിലെ ഇടത് ലോബിയും മുസ്ലിം ലീഗ് പോലുള്ള വർഗീയ പാർട്ടികളുമാണ്. മുസ്ലിം ലീഗിനെ പിണക്കിയാൽ ആകെ പ്രതീക്ഷയുള്ള കേരളത്തിൽ തോൽക്കുമോ എന്ന ഭയം കാരണം നിരായുധരായ മനുഷ്യരെ കൂട്ടക്കൊല ചെയ്യുന്ന, സ്ത്രീകളെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊല്ലുന്ന, കുഞ്ഞുങ്ങളെ വെടിവെച്ചു കൊല്ലുന്ന, മൃതദേഹങ്ങളിൽ പോലും തുപ്പുകയും ചവിട്ടുകയും ചെയ്യുന്ന ഹമാസ് പോലുള്ള ആഗോള ഇസ്ലാമിക തീവ്രവാദി സംഘടനകൾക്ക് കോൺഗ്രസ് പരസ്യ പിന്തുണ നൽകുന്നു. ഹിന്ദുക്കൾക്കെതിരെ പരസ്യമായി കൊലവിളി നടത്തുന്ന മുസ്ലിം ലീഗിനെതിരെ ഒരക്ഷരം ശബ്ദിക്കാൻ പോലും കോൺഗ്രസിനാകുന്നില്ല. മുസ്ലിം ലീഗിൻ്റെ വർഗീയതയും ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾക്ക് കോൺഗ്രസ് നൽകുന്ന പിന്തുണയും കേരളത്തിന് പുറത്തുള്ള ജനം അറിയുന്നില്ല എന്നാണോ കോൺഗ്രസ് കരുതുന്നത്? ഇന്ത്യൻ ഭരണഘടനയേക്കാൾ ഇഷ്ടം ശരീഅത്ത് നിയമമാണെന്ന് ഉറക്കെ വിളിച്ചു പറയുന്ന കോൺഗ്രസ് നേതാക്കൾ, ഇന്ത്യയെ വെട്ടിമുറിക്കണമെന്ന രീതിയിൽ പ്രസ്താവന നടത്തുന്നവർ, ഇതെല്ലാം ഈ രാജ്യത്തെ ജനങ്ങൾ കാണുന്നുണ്ട്. സ്വന്തം പാർട്ടിയെ ശക്തിപ്പെടുത്താതെ പ്രാദേശിക പാർട്ടികളുടെ തിണ്ണ നിരങ്ങി അവർ നൽകുന്ന എല്ലിൻ കഷ്ണങ്ങൾ കൊണ്ട് തൃപ്തിയടയുന്ന കോൺഗ്രസ് ഇനി എത്ര കാലം മുന്നോട്ട് പോകും? പ്രാദേശിക വർഗീയ പാർട്ടികളെ പേടിച്ച് പാർട്ടിയുടെ നയം പോലും തിരുത്തി പച്ചയ്ക്ക് ഇന്ത്യ വിരുദ്ധതയ്ക്കും തീവ്രവാദത്തിനും ഓശാന പാടുന്ന കോൺഗ്രസിനെ ജനം എങ്ങനെ വിശ്വസിക്കും? ആരുടെയൊക്കെയോ താളത്തിന് തുള്ളാൻ മാത്രം അറിയാവുന്ന കഴിവുകെട്ട ഒരു നേതാവ്, സ്വന്തമായി ഒരു അഭിപ്രായവും ഇല്ല. ആദ്യം മുസ്ലിം ലീഗ് അഭിപ്രായം പറയണം, പിന്നീട് ഇടതുപക്ഷം എന്തു പറയുന്നു എന്ന് നോക്കണം, എന്നിട്ടേ കോൺഗ്രസ് അഭിപ്രായം പറയൂ എന്ന അവസ്ഥയാണ്. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി പേടിച്ചാണ് കോൺഗ്രസ് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നത് എന്നത് പകൽ പോലെ വ്യക്തം. ഇന്ത്യൻ പ്രധാനമന്ത്രി ആകാൻ വേണ്ടി മാത്രം ജനിച്ചവനാണ് താൻ എന്ന ഭാവം. ഞാനും എൻ്റെ കുടുംബവും ഇല്ലെങ്കിൽ ഇന്ത്യയില്ല എന്നാണ് രാഹുൽ ബാബ കരുതുന്നത്. 60 കൊല്ലം കോൺഗ്രസ് പറഞ്ഞു ഇന്ത്യയെ പട്ടിണിയിൽ നിന്ന് കരകയറ്റുമെന്ന്. അതേ മുദ്രാവാക്യം ഇപ്പോഴും ഇന്ത്യക്കാരോട് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ എല്ലാ ഇന്ത്യക്കാരും മലയാളികളല്ല എന്ന സാമാന്യ ബോധം പോലും ഇല്ലാത്ത രാഹുൽ ബാബയ്ക്ക് ഇനി ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം, ഇപ്പോഴത്തെ കേരള രായാവ് നാട് നീങ്ങുമ്പോൾ ആ കസേരയിൽ കയറിയിരുന്ന് ആശ തീർക്കാം എന്നത് മാത്രമാണ്. പക്ഷേ അതും പാടാണ്. കേരള രായാവും ഇപ്പോൾ കുടുംബവാഴ്ച ആരംഭിച്ചിരിക്കുകയാണ്. രായാവ് നാട് നീങ്ങിയാൽ മരുമകൻ പുതിയ സുൽത്താനാകും. സുൽത്താൻ്റെ ഭരണത്തിൽ ഒരു മന്ത്രിസ്ഥാനം കിട്ടാൻ ഇപ്പോഴേ മുസ്ലിം ലീഗിന് ഒരു അപേക്ഷ സമർപ്പിച്ച് ഇട്ടേക്ക്. ചിലപ്പോൾ ബിരിയാണി കിട്ടിയാലോ. 2019 തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 8 നിലയിൽ കോൺഗ്രസ് പൊട്ടിയിരുന്നു.
അന്ന് സന്തോഷ് പണ്ഡിറ്റിനെ പോലെയുള്ള ചില സിനിമാക്കാർ പറഞ്ഞിരുന്നു, രാഹുൽ ഗാന്ധി കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അദ്ദേഹത്തിന് കേരളം പോലെ ഒരു സംസ്ഥാനം ഭരിക്കാൻ പറ്റുമായിരുന്നു എന്ന്. അന്നത് സാധിക്കുമായിരുന്നു. ഇനി അത് സാധിക്കുമോ എന്നറിയില്ല. ഒരുപക്ഷെ മുഖ്യമന്ത്രി ആവാൻ പറ്റില്ലായിരിക്കാം, കേരളത്തിലെ ഏതെങ്കിലും ഒരു മന്ത്രി ആയിട്ടിരിക്കാൻ പറ്റിയേക്കും. അതിനും പക്ഷേ മുസ്ലിം ലീഗ് കനിയണം. കോൺഗ്രസിന് കൂടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.